സുഹൃത്തുക്കളെ, കഴിഞ്ഞ 2 കൃഷികളും വളരെ ലാഭകരമായിട്ട് തന്നെ നമുക്ക് വിളവെടുക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ലാഭകരമായിട്ട് തന്നെ ആ ഉൽപ്പന്നങ്ങൾ വിൽക്കാനും സാധിച്ചിട്ടുണ്ട്. അതിൽ വളരെ സന്തോഷമുണ്ട്. ആ സന്തോഷത്തിൽ തന്നെ അടുത്ത കൃഷിയും നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പം നമ്മൾ വരമ്പ് കിളയ്ക്കുന്നത്. അപ്പോൾ ഇനി വരമ്പ് കിളച്ച് ഇനി പുതിയതായിട്ട് വളമൊക്കെ ചെയ്ത് പുതിയ കൃഷി ആരംഭിക്കാൻ പോവുകയാണ്. എൻ്റെ കൃഷി പ്രധാനമായും പുരയിട കൃഷി ആയതിനാൽ ഏത് സമയത്ത് നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കും. അതായത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ മഴ പെയ്യുന്ന സമയത്ത് ആണെങ്കിൽ നമുക്ക് കൃഷി ആരംഭിക്കാനായിട്ട് സാധിക്കും. വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം വരുന്നില്ല. പാടത്ത് കൃഷി ചെയ്യുന്നവരാണെങ്കിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ വെള്ളം വന്നു പാടത്ത് വെള്ളം കയറി കൃഷിയൊക്കെ നശിച്ചു പോകും. ആ ഒരു പേടി നമുക്ക് വേണ്ട. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ പുതിയതായിട്ടുള്ള കപ്പയും വാഴയും പച്ചക്കറികളും അടക്കമുള്ള കൃഷികൾ തുടങ്ങാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളുടെ വരമ്പുകളെല്ലാം വേരുകളൊക്കെ കളഞ്ഞ് കിളച്ച് വായു സഞ്ചാരമാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത പടിയിലേക്ക് പോകാം. അപ്പോൾ ഈ മണ്ണിലേക്ക് നമുക്കിനി ഡോളോമൈറ്റ് ചേർത്ത് കൊടുക്കാം. ഡോളോമൈറ്റ് ചേർത്ത് അതിനുശേഷം നമുക്ക് റോക്ക് ഫോസ്ഫേറ്റും കൂടി കൊടുക്കണം. റോക്ക് ഫോസ്ഫേറ്റ് കൂടെ കൊടുത്ത് നമ്മൾ pH കറക്റ്റ് ചെയ്യണം. കാരണം pH 5.5-നും 6.5-നും ഇടക്കാണെങ്കിൽ മാത്രമേ നമ്മൾ ചെടികൾ ആവശ്യത്തിനുള്ള വളം അവർക്ക് വലിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് നമ്മൾ ഓരോ കൃഷി കഴിയുമ്പോഴും നമ്മൾ pH കറക്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിനി pH കറക്റ്റ് ചെയ്തിട്ട് അടുത്ത കൃഷിയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഏതാണ്ട് ഡോളമൈറ്റ് കംപ്ലീറ്റ് ഇട്ട് കഴിഞ്ഞു. ഇനി റോക്ക് ഫോസ്ഫേറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഈ റോക്ക് ഫോസ്ഫേറ്റ് ഇട്ട് കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മളൊരു 2 ദിവസമെങ്കിലും വെയിറ്റ് ചെയ്യണം. കാരണം വെച്ചാൽ 2 ദിവസത്തിന് ശേഷം മാത്രമേ നമുക്ക് അടുത്ത വളം പ്രയോഗം, അതായത് ചാണകപ്പൊടിയോ കോഴിവളമോ ഇട്ട് അപ്പോൾ ഇനി നമുക്ക് ചാണകപ്പൊടിയും കോഴിവളവും കൂടെ മിക്സ് ചെയ്തുകൊണ്ട്, അപ്പോൾ അത് നമ്മൾ സാവധാനത്തിൽ നമുക്ക് ഈ പാത്തി വെട്ടിയിരിക്കുന്ന ആ പാത്തിയിലൂടെ നമുക്ക് കംപ്ലീറ്റ് അങ്ങ് ഇട്ട് കൊടുക്കാം. കണ്ട, ഇതേമാതിരി തന്നെ നമ്മൾ ചാക്കെടുത്തിട്ട് ഇതങ്ങനെ ഇട്ട് നമ്മളിത് ഫില്ല് ചെയ്യുക. കംപ്ലീറ്റ് നമ്മൾ ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ഇനി അടുത്ത ഇത് നനച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്കിത് കംപ്ലീറ്റ് കോഴിവളം അങ്ങോട്ട് ഇടാം. കണ്ട, ഇതേമാതിരി ഇടുക. അത് വരമ്പിൻ്റെ വലിപ്പം അനുസരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ ഫില്ല് ചെയ്തേക്കണ കോഴിവളവും ചാണകപ്പൊടിയും നന്നായിട്ട് മോട്ടർ വെച്ചങ്ങ് നനച്ചു കൊടുക്കാം. അതായത് അതിന് വേണ്ടിയിട്ട് നമുക്ക് പുറത്തുനിന്നൊരു മോട്ടർ സംഘടിപ്പിച്ച് നനയ്ക്കേണ്ടി വരും. കാരണം ഇതിനകത്ത് ജലസേചനം നടത്തുന്ന മോട്ടർ അത് സ്പ്രിങ്ക്ലർ അല്ലേ, അപ്പോൾ അതുകൊണ്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് വെളിയിൽ നിന്നൊരു മോട്ടർ എടുത്ത് ഇതേമാതിരി നന്നായിട്ട് നനച്ച് തണുപ്പിച്ചു കൊടുക്കുക. തണുപ്പിച്ചിട്ട് ഈ ചാണകപ്പൊടിയുടെയും കോഴിവെള്ളത്തിൻ്റെയും ചൂട് മാറ്റണം. അല്ലെങ്കിൽ വിത്ത് നട്ടാൽ കിളുക്കാൻ പാടായിരിക്കും, വിത്ത് നഷ്ടപ്പെട്ടു പോകും. ഇനി അടുത്തതായിട്ട് നമുക്ക് പോളിഹാലേറ്റ് കുറച്ച് ഇതിൻ്റെ പുറത്ത് വിതറി കൊടുക്കാം. അതൊരു നല്ല പ്രോഡക്റ്റാണ്, ഇന്ത്യൻ പൊട്ടാഷിൻ്റെതാണ്. ഇതിനകത്ത് ധാരാളം സൾഫർ അടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്, മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്, കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് എല്ലാ കൃഷികൾക്കും ഞാൻ ഇത് അടിവളമായിട്ട് ഞാൻ ഉപയോഗിച്ചതാണ്. അപ്പോൾ അതിനെല്ലാം ഏറ്റവും നല്ല റിസൾട്ട് കിഴങ്ങ് വർഗ്ഗത്തിനാണ് അത് റിസൾട്ട് കൂടുതൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതും നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇപ്പം നമുക്ക് അടുത്തായിട്ട് നമുക്ക് ഗ്രീൻ മീൽ ചേർക്കാം. ഗ്രീൻ മീൽ എന്ന് പറഞ്ഞാൽ NPK ആണ്, അതായത് നൈട്രജൻ ഫോസ്ഫറസും പൊട്ടാഷുമാണ്. പിന്നെ പോളിഹാലേറ്റ് എന്ന് പറയുന്നത് മൾട്ടി മൈക്രോ ന്യൂട്രിയൻസ് ആണ്. അപ്പോൾ ഇത് പിന്നെ കുറച്ച് നമുക്ക് വേപ്പിൻ പിണ്ണാക്കും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇത്രയും സാധനം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിളവ് കിട്ടുന്നത് വരെ വേറൊരു വളവും ചേർത്തില്ലെങ്കിലും നല്ല ഈൽഡായിരിക്കും കിട്ടുന്നത്. വേണമെങ്കിൽ നമുക്ക് 19-19-19 കോംപ്ലക്സ് അത് നമുക്ക് വെഞ്ചൂറി വഴി നമുക്ക് കൊടുക്കാം. അത് നമ്മൾ സാധാരണ കൊടുക്കുക എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 2 ml എന്ന കണക്ക് കൂട്ടിയാണ്. അപ്പോൾ വെഞ്ചൂറി ആകുമ്പോൾ അതനുസരിച്ച് കൂടുതൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ വളപ്രയോഗം കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ വളം ഉള്ളിൽ പോകുന്ന രീതിയിൽ അതിൻ്റെ പുറത്ത് മണലിട്ട് നല്ല വൃത്തിയായിട്ട് മൂടാം.
അപ്പോൾ നമ്മൾ വരമ്പ് കംപ്ലീറ്റ് മൂടിക്കഴിഞ്ഞാൽ അപ്പോൾ ഇനി വരമ്പിന്റെ മുകളിൽ നമുക്കൊരു പാത്തി ഉണ്ടാക്കാം. ആ പാത്തി ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അതിന്റെ പുറത്ത് നമുക്ക് വാട്ടറിങ് പൈപ്പ് അതിനകത്ത് വലിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് വാട്ടറിങ് പൈപ്പ് വലിച്ചിട്ട് നന്നായിട്ട് വൃത്തിയാക്കി ഇതിന്റെ പുറത്തേക്ക് വയ്ക്കാം. അതായത് കഴിഞ്ഞ പ്രാവശ്യം ഉപയോഗിച്ചില്ല, അപ്പോൾ ഇതിനകത്ത് അഴുക്കൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ഒന്ന് ഉള്ളിൽ നിന്ന് വലിച്ചു കളഞ്ഞിട്ട് നമുക്ക് വൃത്തിയാക്കിയിട്ട് വേണം ഇതിൻ്റെ പുറത്തിങ്ങനെ വലിച്ചു വെക്കാൻ. ഇത് എല്ലാത്തിനും നമ്മളിങ്ങനെ എല്ലാ വരമ്പയിലും ഇതുണ്ടാകും. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ഷീറ്റ് ഇടിയാണ് പരിപാടിയാണ്. അപ്പോൾ ഇനി നമുക്ക് ഷീറ്റ് വലിച്ചിടാം. അതായത് നമ്മൾ ഇതിനു മുൻപ് 2 പ്രാവശ്യം ഉപയോഗിച്ച ഷീറ്റാണ് കേട്ടായത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഹോള് കാണുന്നത്. അപ്പോൾ നമുക്ക് മാക്സിമം ഈ ഷീറ്റ് കിട്ടാവുന്നത്ര ഉപയോഗിക്കാം. തീരെ മോശമായിട്ടുള്ളത് നമുക്ക് കളയാം. അപ്പോൾ ഇത് കുറേയൊക്കെ കിട്ടും നമുക്ക്. അപ്പോൾ അത് നോക്കാം. അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി നമുക്ക് പുതിയ ഷീറ്റ് ഉപയോഗിക്കാം. അപ്പോൾ ഇനി നമ്മൾ പുതിയ ഷീറ്റാണ് ഉപയോഗിക്കുന്നത്. കാരണം പഴയത് മാക്സിമം നമ്മൾ ഉപയോഗിച്ചു. അപ്പോൾ ഇനി നമ്മളിത് ഫുൾ ലെങ്ത് ആണിത്. ഇപ്പോൾ 1 മീറ്റർ വീതിയുള്ള ഷീറ്റാണിത്. എൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു റോള് 400-500 മീറ്റർ ഒക്കെയാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇത് മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അതായത് 40 സെന്റിമീറ്റർ അകലത്തിലാണ് ഇനി ഹോൾ ഇടുന്നത്. ഈ ഹോൾ ഇട്ടതിന് ശേഷം ആണ് നമ്മൾ ഇതിനടുത്തേക്ക് നമ്മൾ പച്ചക്കറിയോ അല്ല കപ്പയോ ഏത് ഇതാണെങ്കിലും ഹോളിട്ട് ഷീറ്റ് സൈഡ് മൂടിയതിന് ശേഷമാണ് നമ്മൾ അടുത്ത കൃഷിയിലേക്ക് കൃഷി ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഷീറ്റ് ഏതാണ്ട് കംപ്ലീറ്റ് വിരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് കപ്പക്കമ്പാണ് ആദ്യമായിട്ട് നമ്മൾ നടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു ചൊട്ടച്ചാൻ നീളത്തിലാണ് കപ്പക്കമ്പ്. നമ്മളിപ്പോൾ ഒരു 7 മാസം കൊണ്ട് വിളയുന്ന കമ്പാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. അപ്പോൾ അത് ഒരു ചൊട്ടച്ചാൻ നീളത്തിലെടുക്കുക. എന്നിട്ട് നമ്മൾ ആക്സോ ബ്ലേഡ് കൊണ്ട് മുറിക്കുക. അത് എൻ്റെ താഴെ നടുന്ന ഭാഗം നല്ല റൗണ്ടായിരിക്കണം. റൗണ്ടായെന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗത്തുനിന്നും ഒരേപോലെ തന്നെ വേരിറങ്ങിയിട്ട് ധാരാളം കപ്പയുണ്ടാകും. അതിനാണ് അങ്ങനെ ആക്സോ ബ്ലേഡ് കൊണ്ട് നമ്മൾ മുറിക്കുന്നത്. നമ്മൾ കപ്പക്കമ്പ് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു 45 ഡിഗ്രി ചരിവിൽ മാത്രമേ കപ്പ നടാവൂ. എന്നാൽ മാത്രമേ അതിന് നല്ല കരുത്തുള്ള മുള വരത്തുള്ളൂ, ഈൽഡും കൂടുതൽ കിട്ടത്തുള്ളൂ. അടുത്തതായി നമുക്ക് പച്ചക്കറി വിത്ത് നടാം. അതായത് വെണ്ടയും പാവലും പടവലും ഒക്കെയാണ് നടുന്നത്. സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.